ഞാൻ വിചാരിച്ച ആന്റി എന്നെ കണ്ടപ്പോ അകത്തേറി ഒളിക്കാൻ പോയതാണെന്നാ. നിന്നെ കണ്ടിട്ട് ഞാൻ എന്തിനാ ഒളിക്കുന്നത്? അത് പൂച്ചയെ കണ്ടിട്ട് പുലി ഒളിക്കുന്ന പോലെ ആയി പോകൂല്ലോ മുരുക. അപ്പോ ആന്റി ഒരു പുലിയാണല്ലേ? എന്താടാ നിനക്ക് സംശയമുണ്ടോ? ഏയ്, ഇത്ര ഉയർന്ന ലെവലിൽ ചിന്തിക്കുന്ന ആന്റിക്ക് എനിക്ക് തരാനുള്ള ആ 75,000 രൂപയ്ക്ക് തന്നൂടെ? എടാ ഇങ്ങോട്ട് ഓടാ, ഇവിടെ നിക്ക്. ഇതും ചോദിച്ച് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? 1.25 ലക്ഷം രൂപ ഞാൻ ഹർഷയുടെ കയ്യിൽ നിന്ന് നിനക്ക് വാങ്ങി തന്നിട്ടില്ലേ? തൽക്കാലം അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാന്ന് നീയും പറഞ്ഞതല്ലേ? തൽക്കാലം തൃപ്തിപ്പെട്ടല്ലോ. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ദിവസം എത്രയായി? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 25,000 എങ്കിലും ആന്റി തരണം. ബാക്കി കാശ് ചോദിച്ച് ഞാൻ ഒരിക്കലും വരില്ല. 25,000 രൂപ പോയിട്ട് 250 രൂപ പോലും എന്റെ കയ്യിലെടുക്കാനില്ല. നീ വന്ന വഴി വേഗം പോകാൻ നോക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്. അതെ ആന്റി ഒന്ന് നിന്നേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത്? നമ്മുടെ അനന്തമാഷില്ലേ, ആന്റി കൊട്ടേഷൻ തന്നിട്ട് ഞാൻ ബാഗ് അടിച്ചു മാറ്റി അനന്തമാഷ്. അയക്കെന്തു പറ്റി? ചത്തോ? ഏയ്, അയാളെങ്ങാനും ബാഗ് തട്ടിപ്പറിച്ച കേസ് കൊടുത്താലോ എന്ന് കരുതി ഞാൻ തുരുത്തിൽ ഒളിച്ചു കഴിയായിരുന്നു. അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? സത്യം തന്നെയാണോ നീ പറഞ്ഞതൊക്കെ? ഞാനെന്തിനാ കള്ളം പറയുന്നേ? ആന്റിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ആ പെണ്ണിനെന്തോ ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല, അവനും അവളും കല്യാണം കഴിച്ച് തുരുത്തി തന്നെ താമസിക്കുകയാണോ? കല്യാണം കഴിച്ചു എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. താലി കെട്ടിയില്ലല്ലോ, മാലയിട്ടതിന് തെളിവുമില്ല. അമ്പലത്തിലെ രജിസ്റ്ററിൽ ഒപ്പിടാൻ പോലും പറ്റാതെ അവിടുന്ന് ഓടേണ്ടി വന്നില്ല ആന്റി. അതുകൊണ്ട് നാളെ തന്നെ അവനെ കൊണ്ട് അവളുടെ കഴുത്തി താലി കെട്ടിക്കണം. ഇല്ലെങ്കിൽ അവളുടെ ബന്ധുക്കൾ വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനെ സമ്മതിച്ചുകൂടാ. ആനന്ദമാഷിന് അയാളുടെ ഇളയ മകളെ ഇനി തിരിച്ചു കിട്ടരുത്. അയാളോടും അനുപമയോടും കണക്ക് ചോദിക്കാൻ ദൈവം എനിക്ക് തന്ന ഒരു അവസരമാണിത്.